Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് തൗബയിലെ 68-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم. വഅദല്ലാഹു, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, അൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളെ, കപട വിശ്വാസികളെ, വൽ മുനാഫിഖാത്തി, കപട വിശ്വാസികളായ സ്ത്രീകളെയും, വൽ കുഫാറ, നിഷേധികളെയും, നാറ ജഹന്നമ, നരകത്തിലെ തീയിനെ സംബന്ധിച്ച്, ഖാലിദീന ഫീഹ, അവർ അവിടെ നിത്യവാസികളായിരിക്കും, ഹിയ ഹസ്ബുഹും, അതവർക്ക് മതിയാകും, വലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, വലഹും, അവർക്കുണ്ടാവുകയും ചെയ്യും, അദാബും മുഖീം, അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവൻ്റെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഅദല്ലാഹു, അള്ളാഹു ഭീഷണിപ്പെടുത്തി, അൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി, മുനാഫിഖുകളെയും മുനാഫിഖത്തുകളെയും, ആണും പെണ്ണുമായ കപട വിശ്വാസികളെ, വൽ കുഫാറ, കാഫിർ എന്നുള്ളതിൻ്റെ ഒരു ബഹുവചനമാണ് കുഫാർ. കാഫിരീൻ എന്നും പറയും, കാഫിറൂൻ, കാഫിറൂൻ എന്നാണ് ഇകാരം അകാരമൊക്കെ ആക്കുമ്പോൾ കാഫിരീൻ. കുഫാറിൻ്റെ ബഹുവചനമാണ്. നാറ ജഹന്നം, ജഹന്നം എന്ന് പറഞ്ഞാൽ ഒരു നരകത്തിൻ്റെ പേരാണ്. അതിലെ തീയാണ് നാറു ജഹന്നം. ഖാലിദീന ഫീഹ, അവരവിടെ നിത്യവാസികളായിരിക്കും, നരകത്തീയിൽ നിത്യവാസികൾ. ഹിയ ഹസ്ബുഹും, അത് മതി ഓൽക്ക്, അതന്നെ മതി. വലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. വലഹും, അവർക്കുണ്ടാകും, അദാബും മുഖീം, അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ. ഈ മുഖീം എന്നുള്ള വാക്ക് നമ്മൾ സൂറത്തു തൗബയിൽ തന്നെ 21-ാമത്തെ ആയത്തിൽ സ്വർഗക്കാരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്വർഗക്കാരെ സംബന്ധിച്ച് 21-ാമത്തെ ആയത്തിൽ യുബശ്ശിറുഹും റബ്ബുഹും, ഹിജ്റ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രതിഫലമുണ്ട്, അവരാകുന്ന വിജയികൾ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു യുബശ്ശിറുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് സന്തോഷവർത്തമാനം അറിയിക്കുകയാണ്, ബി റഹ്മത്തി മിൻഹു, അവനിൽ നിന്നുള്ള കാരുണ്യമുണ്ടെന്ന്, വറിളുവാനിൻ, അവൻ്റെ തൃപ്തിയും, വജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളും, ലഹും ഫീഹ, അവർക്ക് അവിടെ ഉണ്ടാകും, നഈമും മുഖീം, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നിലനിൽക്കുന്ന ശിക്ഷയിൽ നിന്ന് നമ്മളെ കാക്കുകയും എന്നും നിലനിൽക്കുന്ന സ്വർഗത്തോട്ടങ്ങളിൽ, സ്വർഗത്തോപ്പുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഖുർആൻ ഓതുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഓതണം, അക്ഷരം വായിക്കല്ല വേണ്ടത്. അപ്പോൾ പറയും നമുക്ക് ഞങ്ങൾ അറബി പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതിയെന്ന്. വേറെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടില്ലാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കും. പത്രം വായിക്കാൻ എത്ര സമയം വേണം, വായിച്ച് മുഴുവൻ വായിച്ച് മനസ്സിലാക്കും. യൂട്യൂബ് നോക്കാൻ എത്ര നേരമാണ് ഈ പറയണതും കാണുന്നതും, എത്ര നേരം നമ്മൾ കണ്ടു. ഒരട്ടം കണ്ടിട്ട് പൂതി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെയും കാണും, ആൾക്കാരോട് പറയുകയും ചെയ്യും. ഖുർആൻ അങ്ങനെയൊന്നും വേണ്ട, ഖുർആൻ ഇങ്ങനെ വായിച്ചു പോയാൽ മതി, ഓതിയാൽ മതി, അക്ഷരം വായിച്ചു. ഇതങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ കടന്നു കൂടിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുർആൻ ഓതി പള്ളി മൂലകളിലോ വീട്ടിൻ്റെ സിറ്റൗട്ടിലോ ഇരിക്കുകയല്ല ചെയ്തിട്ടുണ്ടായത്. അത് ഉൾക്കൊള്ളുകയാണ്. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ചെയ്യാൻ പറഞ്ഞത് അപ്പടി അനുസരിക്കുക. ഒരു ഹദീസ് പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പ് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കാണണം, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു റഅയൽ ഐൻ. ആർക്കെങ്കിലും അന്ത്യനാളിനെ നേർക്കുനേരെ കാണണം എന്നുണ്ടെങ്കിൽ ഫൽ യഖ്റ ഇദ ശംസു കുവിറത്ത്, സൂറത്തു തക്വീർ ഓതിയാൽ മതി. എന്നാൽ അന്ത്യനാളിനെ അങ്ങനെ കാണാം. അതിൽ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ലോകാവസാനത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭീകരമായ ഭീതിതമായ സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. സൂറത്തു തക്വീർ ഇദ ശംസു കുവിറത്ത്. തക്വീർ പറഞ്ഞാൽ എന്താ? സൂര്യൻ്റെ വെളിച്ചം കെട്ടുപോകുക എന്നാണ്. സൂര്യൻ്റെ വെളിച്ചം കെട്ടുപോകുക. അന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ സൂര്യൻ്റെ വെളിച്ചം കെട്ടുപോയാൽ സംഭവിക്കുക? നമ്മുടെ ജീവിതം അതോടുകൂടിയിട്ട് ദുരിതത്തിലാകും. ഇദ ശംസു കുവിറത്ത് തക്വീർ. വഇദ സമാഉ ഇൻഫതറത്. ഇൻഫതറ എന്നാൽ ഉതിർന്ന് വീഴുക. ആകാശം ഉതിർന്ന് വീഴുക. ആകാശം പൊട്ടിപ്പിളര. ഇൻഷക്ക സൂറത്തുൽ ഇദ സമാഉ ഇൻഷഖത്. ഇദ സമാഉ ഇൻഷഖത് എന്നുള്ള സൂറത്തുൽ ഇൻഷിഖാഖ്. ഇദ സമാഉ ഇൻഫതറത് എന്ന് പറഞ്ഞ സൂറത്തുൽ ഇൻഫിതർ. ആകാശം പൊട്ടിപ്പിളരുകയും അതിൻ്റെ കഷണങ്ങൾ ഉതിർന്ന് വീഴുകയും ചെയ്യും. സങ്കല്പത്തിനപ്പുറം നമ്മളെ പേടിപ്പിക്കുന്ന സംഗതിയാണ്. ഒരു കല്ലിൻ്റെ കഷ്ണം ആകാശത്തുനിന്ന് പൊട്ടി വീണാൽ, അപ്പം ഇത് വായിച്ചാൽ ഖിയാമത്ത് കാണണം എന്നാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അത് ഉൾക്കൊണ്ട് വായിക്കണം അല്ലേ? ഉൾക്കൊണ്ട് വായിക്കുമ്പോഴല്ലേ അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഭാവനയിൽ സങ്കല്പിക്കുക. ഉൾക്കൊണ്ട് വായിക്കണം. അപ്പോൾ ഖിയാമത്ത് നാൾ കാണും. അല്ലാതെ ഞാൻ വായിച്ചു നോക്കി ഖിയാമത്ത് നാളിൻ്റെ അടയാള ലക്ഷണമൊന്നും ആയി കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ വായന ശരിയായിട്ടില്ല എന്നാണ്. അതേമാതിരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി ഞാൻ പറയാം. സൂറത്ത് ഹൂദ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ അങ്ങൊക്കെ നരച്ചുല്ലേ? നരച്ചല്ലോ. നമ്മളിങ്ങനെ കൗതുകം പറയാമെന്ന് അതിന് പറയാം. സുഹൃത്തുക്കളെ കാണുമ്പോൾ, ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ, എടാ എൻ്റെ തലയൊക്കെ നരച്ചില്ല, എന്താ പറ്റിയത്? ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ആകെ എത്ര രോമ നരച്ചിരിക്കണമെന്ന് വരെ സഹാബികൾക്ക് അറിയായിരുന്നു. അവർ എണ്ണിയൊക്കെ വരുന്നു. അത്രയും സ്നേഹമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവർക്ക്. താടിയിലും മുടിയിലും ആകെപ്പാടെ ഒരു 10-20 രോമ നരച്ചിട്ടുള്ളൂ ആകെ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയും, അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾ നരക്കൽ തുടങ്ങിയിട്ട് അത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഷയ്യബത്നി ഹൂദുൻ, എനിക്ക് നരബാധിക്കാൻ കാരണമായത് സൂറത്ത് ഹൂദ്. വൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന അന്ത്യനാളിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുൽ വാഖിഅ. വഅമ്മ യതസാഅലൂൻ, സൂറത്തുൻ നബഅ. ഇതിലൊക്കെ പറയുന്ന ഗൗരവമുള്ള വിഷയങ്ങൾ. പിന്നെ ഇദ ശംസു കുവിറത്, നേരത്തെ നമ്മൾ സൂറത്തു തക്വീർ. ഇതൊക്കെ ഓതിയിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും ഇതിൽ പറയുന്ന ആശയങ്ങൾ അതുകൊണ്ട് നരച്ചതാ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത്രയും ഗൗരവമുള്ള വിഷയങ്ങളാണ് ആ സൂറകളിൽ പരാമർശിക്കുന്നത്. നമ്മൾ ഓതിയിട്ട് നമുക്കൊരു ബേജാറുമില്ല, നരക്കണ്ട. അതിൻ്റെ ഗൗരവമല്ല പറഞ്ഞത്, അല്ലാതെ അതുകൊണ്ട് നരച്ചു എന്നല്ലല്ലോ. സംഗതി അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ നമ്മൾ പറയാറില്ലേ, ആ ഒരു സംഭവത്തിന് ശേഷം അവൻ്റെ തലയും മുടിയൊക്കെ അങ്ങോട്ട് നരച്ചിക്കണ് അറിയും. പ്രാരാബ്ദം കൊണ്ടാണെന്ന് അറിയും നമ്മൾ. അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലെ ചൂട് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതാണ് മനസ്സിൻ്റെ ചൂടാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇന്ന് ഓതി വെച്ച ആയത്ത് ഞാൻ വേഗം അവസാനിപ്പിക്കും. എനിക്ക് ഒരുപാട് ദീർഘിപ്പിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും ആൾക്കാർ നമ്മളൊക്കെയും മനസ്സിലാവണം. ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആൻ ഓതാനുള്ളതല്ല. ഖുർആൻ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ട്. പഠിച്ചിട്ട് വലിയൊരു ആലിമായി വലിയ വഴന്നും പറഞ്ഞ് വലിയ ഖുർആൻ ക്ലാസ് കൊടുത്ത് നടന്നിട്ട് വലിയ കാര്യമുണ്ട്? ഒരു കാര്യം ഉണ്ടാവില്ല. അതനുസരിച്ച് എന്ത് വേണം? അമല് ചെയ്യണം. ചിന്തിക്കേണ്ടതിനെ ചിന്തിക്കണം. അപ്പോഴേ അത് നമുക്ക് ഖുർആൻ അനുകൂലമായ സാക്ഷ്യമായിട്ട് കിട്ടുള്ളൂ. പരലോകത്ത് ഈ ഖുർആൻ നമുക്ക് അനുകൂലമായോ നമുക്ക് എതിരായോ അള്ളാഹിനോട് സാക്ഷി പറയും. അനുകൂലമായ സാക്ഷ്യം കിട്ടണമെങ്കിൽ ഖുർആൻ ഉൾക്കൊള്ളണം. ഖബർ തുറന്ന് നമ്മളെല്ലാവരും ഭൂമിക്ക് തന്നെ വരുമല്ലോ, മരിച്ച് ഖബറടക്കി കഴിഞ്ഞാൽ ഇല്ലേ? ഖബർ തുറക്കും. അന്ത്യനാളിൽ ഉണ്ടാവണ ഒരു വിളി ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വിളിയിലേക്ക് ഓടും. സൂറത്ത് യാസീനും പറഞ്ഞില്ല, വൈദാ നുഫിഖ ഫിസ്സൂരി ഫൈദാഹു മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലും. ഈ ഖബർ തുറന്ന് പുറത്ത് വരുന്ന നേരത്തെ ഏറ്റവും പേടിയുള്ള സന്ദർഭം. വിചാരണക്കാണ് പിന്നെ പോണതേ.
ഏറ്റവും പേടി. ആ പേടിയുള്ള സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനും നമ്മളെ സമാധാനിപ്പിക്കുവാനും ഈ ഖുർആനുള്ള ആൾക്കാരെ ആ ഖുർആൻ കാത്തുക്കുന്ന ഖുർആനാണ് അവനെ പിന്നെ കൂട്ടിക്കൊണ്ടുപോവുക. സുബ്ഹാനല്ലാഹ് കേട്ടോ. അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതിയാൽ മതി തന്നെയാണോ നമ്മൾ ആലോചിക്കുന്നത്? ഒരു ഹദീസിൽ നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാറുണ്ട് രാത്രി നിസ്കാരം. സാധാരണഗതിയിൽ 3 ഈസ റസൂൽ ജമാഅത്തായിട്ട് പള്ളിക്കൊന്ന് എല്ലാവരും നിസ്കരിച്ചിട്ടുള്ളൂ അല്ലേ? നമുക്കറിയില്ല, നമ്മൾ ഖിയാമുൽ കാര്യം പറയുമ്പോൾ പറയില്ലേ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെയും വന്ന് നിസ്കരിക്കുക ചെയ്യുക. ഹുദൈഫത്തുൽ യമാനിനെ പോലെയുള്ള മഹാന്മാരായ സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും വന്ന് നിസ്കരിക്കുന്നത് കാത്തുക്കും. എന്തിനാ? തുടരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് അൽ-ബഖറ ഓതിയതിന് ശേഷം സൂറത്ത് ഫാത്തിഹ ഓതിയതിന് ശേഷം അൽ-ബഖറ ഓതാൻ തുടങ്ങി. അൽ-ബഖറ എത്ര ആയത്തുണ്ട്? 286 ആയത്തുണ്ട്. 286 ആയത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം സൂറത്തു നിസാ ഓതി. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കില്ല ഒരു 100 ആയത്തൊക്കെ ഓതിയാൽ റുക്കൂഅ് ചെയ്യുന്നുണ്ടാവും. 100 ആയത്തൊക്കെ ഓതിയാൽ അദ്ദേഹം റുക്കൂഅ് ചെയ്യും, 4 റക്അത്ത് തീരും. അല്ല, അൽ-ബഖറ മുഴുവൻ ഓതി. അപ്പോൾ വിചാരിച്ചു അൽ-ബഖറ ഓതിക്കാണ്ട് റുക്കൂഅ് അല്ല, അൽ-ബഖറ ഓതി റുക്കൂഅേ അല്ല. പിന്നെ സൂറത്ത് നിസാ, പിന്നെ സൂറത്ത് ആലു ഇമ്രാൻ. എത്ര ഉണ്ട്? സൂറത്ത് നിസായിലെ ആയത്ത് 176 ആയത്തുണ്ട്. ആലു ഇമ്രാനിൽ എത്ര ആയത്തുണ്ട്? 200 ആയത്തുണ്ട്. എല്ലാം കൂടി 5 ജുസ്ഇലധികം വരും. 5 ജുസ്ഇലധികം വരുന്ന ഖുർആൻ ഒരു റക്അത്തിൽ ഓതി. അങ്ങനെ ഓത മാത്രമാണോ? അല്ല. ഫമള ഫഖറഅഹ മുതറസ്സിലൻ, നിർത്തി ഇങ്ങനെ ഓതുകയാണ്. എന്തായി നിർത്തി ഓതുന്നത് എപ്പോഴാണ്? ചിന്തിച്ച് ഓതുമ്പോഴാണ്, മനസ്സിലാക്കി ഓതുമ്പോൾ. നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി നിർത്തി ഇങ്ങനെ വായിക്കൽ എപ്പോഴാണ്? അത് ഉൾക്കൊള്ളുമ്പോഴല്ലേ. പേപ്പർ വായിക്കുകയാണെങ്കിലും എന്ത് വായിക്കുകയാണെങ്കിലും. മുതറസ്സിലൻ ഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ, തസ്ബീഹിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരായത്ത് ഓതുമ്പോൾ അദ്ദേഹം തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബിയൽ അളീം എന്നൊക്കെ പറയും. വൈദാ മർറ ബി ആയത്തിൻ അബി ആയത്തി സുആലിൻ സഅല, ചോദിക്കേണ്ട ആയത്ത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോ സ്വർഗത്തെ സംബന്ധിച്ചോ അതൊക്കെ അള്ളാഹിനോട് ചോദിക്കേണ്ടി. ഈമാനിനെ സംബന്ധിച്ചോ അത് ചോദിക്കും, അത് ചോദിച്ചോതും. ഇപ്പം നിസ്കാരത്തിലത്. വൈദാ മർറ ബി തഅവ്വുദിൻ, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട ആയത്തുകൾ. ഇപ്പം നമ്മൾ ആ ഭാഗത്തൂടെ കടന്നുകൊണ്ട് മുനാഫിക്കീങ്ങളെ പറ്റിയല്ലേ. എന്തിനാ നമ്മളോട് മുനാഫിക്കീങ്ങളെ കഥ പറയണത്, ചരിത്രം പറയണത്? നമ്മളെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാവലിനെ ചോദിക്കും. ഇപ്പം നരകത്തെ സംബന്ധിച്ച് അന്ന് നമ്മൾ പറഞ്ഞത് കാവലിനെ ചോദിക്കണ്ടേ? അങ്ങനെ കാവലിനെ ചോദിക്കേണ്ട ആയത്ത് നരകത്തെ സംബന്ധിച്ചോ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചോ നരകത്തിൽ അകപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചോ നരകത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചോ അള്ളാഹുവിൻ്റെ അതികഠിനമായ പരീക്ഷണങ്ങളെ സംബന്ധിച്ചോ ശിക്ഷയുടെ വൈവിധ്യങ്ങളെ സംബന്ധിച്ചോ ഒക്കെ പരാമർശിക്കുമ്പോൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കും. സുമ്മ റകഅ, പിന്നെ റുക്കൂഅ് ചെയ്തത്. നമസ്കാരത്തിൽ പോലും ഓതുന്ന വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ആയതിനനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടാണ് ഓതിയിരുന്നത് എന്നർത്ഥം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ നമുക്ക് ഈ നിസ്കാരത്തിൽ അറിയെങ്കിൽ വേണം അല്ലേ, നിർബന്ധമാണെന്നാണ് ഞാൻ പറയുക. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒരു പരിഭാഷ വെച്ച് ഓതാൻ ഒരു പ്രയാസമല്ല. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിൽ ഖുർആൻ പരിഭാഷ ഉൾപ്പെടുത്താൻ ഒരു പ്രയാസമല്ല. 5 മിനിറ്റിൻ്റെ മെനക്കെടുള്ളൂ പരിഭാഷ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് നോക്കി ഓതിക്കൂടാ. പരിഭാഷ നമ്മളെ വീട്ടിലില്ലേ, അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. നമുക്കെങ്കിലും ആ ഒരു ബോധ്യമുണ്ടാകണം. ഖുർആൻ പഠിക്കാനും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ടിയാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞ ആയത്ത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖ്, വഅദ എന്നുള്ള വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചും അള്ളാഹു താല കരാറ് ചെയ്തു എന്നതിനർത്ഥമുണ്ട്. വാഴത് ചെയ്തു, അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്നതിനർത്ഥം പറയും. അള്ളാഹു താല ഭീഷണിപ്പെടുത്തി. നരകത്തെ സംബന്ധിച്ച് മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് വാഴത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫിറ്റായ വേട അതവിടെ ഭീഷണിപ്പെടുത്തിയെന്നല്ലേ അല്ലേ. മുനാഫിഖീങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നീ മുനാഫിഖീങ്ങളോട് കരാറ് ചെയ്തിട്ടുണ്ട്, അതൊരു ശരിയായ പ്രയോഗമല്ലല്ലോ അല്ലേ. മുനാഫിഖീങ്ങളോട് അള്ളാഹ് കരാറ് ചെയ്യുക അങ്ങനെയല്ലല്ലോ, ഭീഷണിപ്പെടുത്തുക എന്നാണ് അവിടെ ഏറ്റവും യോജിക്കുക. എന്താ ഭീഷണിപ്പെടുത്തിയത്? വൽ കുഫാറ, കാഫിരീങ്ങളെയും, നാറ ജഹന്നം, നരകത്തീ, ജഹന്നം നരകത്തിൻ്റെ 7 പേര് നാളെ നമ്മൾ പറഞ്ഞില്ലേ. 7 പേരുകൾ പര്യായങ്ങൾ വ്യത്യസ്തങ്ങളായ ശിക്ഷകളാണ്.
ഓരോ നരകത്തിനും ഓരോ കൂട്ടരായിരിക്കും. നഅൂദുബില്ലാ. അപ്പോൾ നരകത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു പേടിയില്ലാതെ ഞാൻ ഏതായാലും സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കുക. അതെങ്ങനെ നമ്മൾ ഉറപ്പിച്ചത്? വിചാരണ കഴിഞ്ഞ് കർമ്മരേഖ വലത് കയ്യിൽ കിട്ടുന്നത് വരെ ഉറപ്പിക്കാൻ പറ്റൂല. അത് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് മനസ്സിലെന്താ വേണ്ടി? ഞാൻ സ്വർഗ്ഗക്കാരനെ തീരുമാനിച്ചിരിക്കുക, ഞാൻ നരകത്തിൽ പെടുമെന്ന് പേടിച്ചാൽ നിൽക്കേണ്ടി. അപ്പോൾ വൽ കുഫാറ നാറ ജഹന്നം, ജഹന്നമിലെ തീയിനെ സംബന്ധിച്ച് ഖാലിദീന ഫീഹ, നോക്കി നിത്യവാസം, നിത്യമാണ് എന്ന്. ഈ നിത്യവാസികളാണ് എന്നാൽ ചില്ലറ പേടിപ്പിക്കലല്ലത്, വല്ലാത്ത ഭീഷണിയാണ്. നരകത്തീയിൽ നിത്യം താമസിക്കാനാവുന്നില്ല. അപ്പോൾ എത്ര വട്ടം അള്ളാഹ് കാക്കണേ, അള്ളാഹ് പെടുത്തല്ലേ, അള്ളാഹ് മുനാഫിഖുകളിൽ പെടുത്തല്ലേ, നരകക്കാരിൽ പെടുത്തല്ലേ ദുആ ചെയ്യണം. ഈമാനിൻ്റെ അംശം മനസ്സിലുണ്ടെങ്കിൽ ഇല്ലേ, വേണ്ടേ? അതാണ് ഹിയ ഹസ്ബുഹും. പിന്നെയും പറയാം ഹിയ, അത് മതി ഓൽക്ക് അത് മതി. പുടുപ്പത് മതി അറിയില്ല നമ്മൾ. നമുക്ക് ഒരു വികാരമില്ല ഇങ്ങനെ പറയുമ്പോൾ. ഞാൻ പെടൂല തീരുമാനിച്ച് വെച്ചിരിക്കും. ഉമർ ഖത്താബ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഞാൻ മുനാഫിഖീങ്ങളിൽ ഉണ്ടോയെന്ന് അന്വേഷിച്ച് പേടിച്ച മനുഷ്യനാണ്, മഹാനായ വ്യക്തിയാണ്. നമുക്കൊന്നും ഒരു പേടിയില്ല. പേടിയില്ലാത്ത എന്തുകൊണ്ട് ഈ ഭരണ കാര്യത്തിൻ്റെ ഗൗരവം കൊണ്ട് ഉൾക്കൊള്ളായിട്ടാണ്. ഹിയ ഹസ്ബുഹും, അവർക്കത് മതി. വലഅനഹുമുള്ള, തീർന്നില്ല, അള്ളാഹ് ശപിച്ചു. അള്ളാഹിൻ്റെ ലഅനത്ത്, അള്ളാഹുവിൻ്റെ ഖളബ്. അള്ളാഹ് കാക്കണേ, അള്ളാഹ് നീ ലഅനത്ത് ചെയ്തവരിൽ പെടുത്തല്ലേ. ആ ഒരു ബോധം, ആ ഒരു പ്രാർത്ഥന, ആ ഒരു ഓർമ്മ ഓതുമ്പോൾ വേണം. വലഹും അദാബും മുഖീം. പിന്നെയും പറയും അദാബ്. സൂറത്തു ഫുർഖാനിൽ നമ്മൾ ഓതലില്ലേ, ഇന്ന അദാബഹാ കാന ഖറാമ ഇന്നഹാ സഅത് മുസ്തഖറ വ മുഖാമ റബ്ബന സ്രിഫ് അന്നാ അദാബ്. ആ ദുആ എല്ലാവർക്കും അറിയില്ലേ? 65-ാമത്തെ ആയത്ത് സൂറത്തുൽ ഫുർഖാനിൽ. അതെന്താ ഖറാമ? വിട്ടുപോകാത്തത്. നമ്മൾ പറയില്ല, വിട്ടുപോകാത്ത ജലദോഷം, വിട്ടുപോകാത്ത ചുമ, കഫക്കെട്ട് ഒക്കെ നിസ്സാര. ഇവിടെ ഇന്ന അദാബഹാ കാന ഖറാമ, വിട്ടുപോകാത്ത ശിക്ഷ. അതൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണോ വേണ്ടേ? വെറുതെ ചോദിച്ചാൽ പോലെ അള്ളാഹ് അതിനനുസരിച്ച് എന്നെ ജീവിപ്പിക്കണേന്ന് ദുആ ചെയ്യണം. അതിനനുസരിച്ച് ജീവിക്കണം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം. അദാബും മുഖീം, നിത്യമായ ശിക്ഷ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന. ഖാമ എന്നുള്ളതിനുണ്ടായത് നിലനിൽക്ക്. ഒന്നുകൂടെ അർത്ഥം പറയാം. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ കുഫാർ. അല്ലാഹു തആല കപടന്മാരായ, കപടവിശ്വാസികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിഷേധികളെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. നാറ ജഹന്നം, നരകത്തിൻ്റെ ജഹന്നമിലെ തീയിനെ സംബന്ധിച്ച്. ഖാലിദീന ഫീഹ, അവരവിടെ നിത്യവും താമസിക്കും. ഹിയ ഹസ്ബുഹും. എന്താ ഹിയ ഹസ്ബുഹും എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷയായിട്ട് അതുതന്നെ മതി. വലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിട്ടുണ്ട്. വലഹും അദാബും മുഖീം, അവർക്ക് നിത്യമായ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ശിക്ഷയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുട്ടികളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും ദീനിയായ ഇസ്ലാമികമായ വിശ്വാസവും കർമ്മവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, ഏറ്റവും അള്ളാഹുവിനെ തഖ്വ പുലർത്തുന്ന ജീവിതം നൽകി അവർ നമ്മയൊക്കെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹ്.